ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇൻട്രോ എടുക്കുന്നത് വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് ഇപ്പോൾ സമയം എത്രയാണെന്നറിയുമ്പോൾ 12:30 കഴിഞ്ഞ് രാത്രി. അപ്പോൾ കിടക്കാൻ തുടങ്ങാൻ പോകും. അന്നേരം ഇൻട്രോ എടുത്ത് ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം വീഡിയോ ഒക്കെ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ഇൻട്രോ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്നലത്തെ ബട്ടർ ചിക്കൻ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ഒരു കറിയാണ്. ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം. പിന്നെന്തുവാ, പ്രീസമ്മോൻ്റെ കാലിൻ്റെ വേദനയുടെ കാര്യം പറഞ്ഞായിരുന്നു 1-2 പേര്. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇല്ല സൂചി കുത്തുന്നോലൊന്ന് കുത്തുന്നുണ്ടെന്ന് പറയുന്നു. ഞാൻ ഹോമിയോയിൽ ഈ കാൽഷ്യത്തിൻ്റെയൊക്കെ മെഡിസിൻ ഉണ്ട്, അത് കാണാം ഒന്ന് കൊടുക്കാമെന്ന് വെച്ച്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചായക്കുള്ള തേവെള്ളം തിളച്ചു, പാല് അടപ്പത്ത്, കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ തീർന്നായിരുന്നു. ഇന്നലെ സാധനം കുറച്ച് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ പഞ്ചസാര ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അന്നേരം. ഇപ്പോഴാണ് അതൊന്ന് പൊട്ടിച്ചത്. ഈ മൂട്ടിൽ നിന്ന് പൊട്ടിക്കുമ്പം മൊത്തം കൂടി ഇങ്ങനെ ഇടാൻ പറ്റും ശരിക്ക്. അപ്പോൾ ചായയൊക്കെ തിളച്ചു. ചായ ഇച്ചിരി നേരം കൂടെ ഒന്ന് തിളക്കട്ടെ. അപ്പം ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലത്തെ സൺഡേലത്തെ വീഡിയോ ഇച്ചിരി കാണിക്കുന്നുണ്ട്, കുറച്ചേ എടുത്തുള്ളൂ. അപ്പോൾ ചായയൊക്കെ ഒന്ന് തിളച്ച് അതൊന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇന്ന് പോഹ ഉണ്ടാക്കാമെന്ന് വെച്ച്. പോഹ കുറച്ച് ദിവസമായി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ പോളിന് ഇത് വേണ്ടാന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചർച്ചിൽ പോയായതുകൊണ്ട് പ്രൈസൻ കഴിച്ചതുമില്ല. അപ്പം ഞാൻ ഈ സേവ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. സേവ് കൂട്ടി കഴിക്കാൻ ഇവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സേവ് ഉള്ളത് കൊണ്ട് അതുകൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കും. കൊച്ചവന് അത്ര താല്പര്യമില്ല, എന്നിട്ടും വലിയ ആൾ. കപ്പലിന് മൊത്തം ഞാൻ ഈ കോരി എടുക്കുക. എന്നിട്ട് അവർക്ക് ആവശ്യമുള്ളത് ലാസ്റ്റ് ഇട്ട് കൊടുക്കും. ബാക്കിയുള്ളത് ഞങ്ങൾക്ക് എടുക്കും. കാരണം അവന്മാർക്ക് ഇതൊന്നും ഇഷ്ടമല്ലല്ലേ. ഇല്ല, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് നായിക്ക് നിറഞ്ഞ ഈ പിത്തം എന്ന് പറഞ്ഞ പോലെ ഇതൊന്നും ഇവന്മാർക്ക് ഇഷ്ടമല്ല. ഈ നട്ട്സ് ഇടുന്നതോ റേസിൻസ് ഇടുന്നതോ ഒന്നും. അപ്പം ഞാൻ രാവിലെ അങ്ങ് കഞ്ഞിക്ക് വെള്ളം വെക്കാൻ കാര്യം ഒട്ടും ചോറ് ഇരിപ്പില്ല. അല്ലെങ്കിൽ തലേന്നത്തെ ചോറ് ഒരു ഇച്ചിരിയിലും കാണും. അത് നമ്മൾ വെച്ച് വാർക്കുകയാണെങ്കിൽ ഉച്ചയ്ക്കിപ്പം ഞാനേ ഇച്ചിരി ചോറ് കഴിക്കത്തുള്ളൂ. വൈകിട്ട് പിന്നെ രാത്രി പിന്നെ വേറെ വല്ലതും ആയിരിക്കും കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇച്ചിരി കാണും. പക്ഷേ ഇന്നില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചോറങ്ങ് രാവിലെ വെച്ചതാണ്. പ്രൈസമ്മോൻ എന്നോട് പറയാതെ, പ്രൈസമ്മോന് ഞാൻ പറഞ്ഞില്ലേ അന്ന് കേരള സ്റ്റോറി കയറിയുണ്ടേ ഈ നമ്മുടെ ചുമന്ന നാട്ടിലത്തെ അവൽ, വെള്ള അവലല്ല, ഒരു ബ്രൗൺ കളറിലെ ആ അവൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ ഇച്ചിരി തേങ്ങയും പഞ്ചസാരയും പോട്ടെ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് ഞാനൊരു ദിവസം രാത്രിത്തെ അത്താഴത്തിനായിട്ട് ഞാൻ ഉണ്ടാക്കിയുണ്ടേ. അവനും വന്നിരുന്ന് കഴിച്ചു. അപ്പോൾ അവന് ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് ടിഫിൻ്റെ അകത്തും ഇത് ഉണ്ടാക്കി തരണേന്ന്. അപ്പോൾ ഒരു ഇച്ചിരി ഇരിപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ സൺഡേ അവിടെ കയറിയിട്ട് ഇങ്ങനെ ഈ സാധനങ്ങളിങ്ങനെ അടുക്കി വെക്കുമല്ലോ ഓരോന്നും, അവലൊരിടത്ത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്ന് എന്തുവാ വാങ്ങിക്കേണ്ടിയെന്ന് എനിക്ക് ഈ അവലൊട്ട് ഞാൻ കണ്ടതുമില്ല. പിന്നെ ശർക്കര വാങ്ങിച്ചു. എനിക്ക് പീസ് പോലെ ഈ ഓരോ കഷ്ണമായിട്ടുള്ള ശർക്കര എനിക്ക് അവിടെ കിട്ടും, അല്ലാതെ ഇവിടെങ്ങും അത് കിട്ടത്തില്ല. അതെനിക്ക് നല്ല ഇഷ്ടം. കാരണം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് 2 അച്ചോ അങ്ങനെ ഇട്ടാൽ മതിയല്ലേ, അല്ലെങ്കിൽ മറ്റേതിട്ട് ചിരണ്ടി ഇരിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ആ ശർക്കര വാങ്ങിച്ചു. എന്നിട്ട് അവിടെ വേറെ ഈ പയർ ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ അവല ഞാൻ ഇരുന്നത് വാങ്ങിക്കണമെന്ന്. പക്ഷേ അതാ എഴുതി വെച്ചുകൊണ്ട് പോയാൽ മതിയായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ടാ നോക്കുമ്പോൾ എടുക്കാമല്ലോ എന്നും പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഓർത്തത്, അയ്യോ അതായിരുന്നല്ലോ എന്ന്. അത് തീർന്നെൻ്റെ ഇച്ചിരിയുള്ളൂ. അതുകൊണ്ട് കൊച്ചെന്നോട് ഇങ്ങനെ ചോദിച്ചോണ്ട് കൊച്ചിന് കൊടുക്കാൻ ഒരു ഇച്ചിരി ഇരിപ്പുള്ളൂ. അപ്പോൾ അവൻ അങ്ങനെ കഴിക്കും. അല്ലെങ്കിൽ എനിക്ക് പിന്നെ അതിൻ്റെ അകത്ത് ഞാനൊരു പഴമൊക്കെ ഞെവിടി കഴിക്കാൻ എനിക്കിഷ്ടം. അത് പഴം ഞെവിടി കഴിക്കുന്നത് അവനിഷ്ടമല്ല. അപ്പോൾ എന്തോ അതായാലും അവനിഷ്ടമായി. പിന്നെ വെള്ള അവലും കൊണ്ട് ഇന്നാളെ ഉണ്ടാക്കിയിട്ട് ഇവർ കഴിച്ചില്ല. അപ്പം ഞാൻ ആ അവലവിടെ ഒന്ന് അടച്ചിട്ടിട്ടുണ്ടേ. ആ ആവിയിൽ അതൊന്ന് ഇത്തിരി ഒന്ന് റെഡിയായിട്ട് വരട്ടെ. ഞാൻ അരി തീ ഇച്ചിരി കുറച്ച് വെച്ചേക്കുമായിരുന്നു. വെള്ളം അനന്ന് കിടക്കുമായിരുന്നു. പിന്നെ
ഈ ചായ കൊടുപ്പും അതും ഇതൊക്കെ ആയതുകൊണ്ട് കൈ ഒഴിഞ്ഞില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് അരി കഴുകി അടപ്പത്തിട്ടത്. അപ്പോഴത്തേക്കാണ് നമ്മുടെ അവൽ ഇവിടെ റെഡിയായി. ചിലർ സന്തോഷത്തോടെ കഴിച്ചു, ചിലർ എന്നൊക്കെ പറഞ്ഞ് കഴിച്ചു. നമ്മൾ സന്തോഷത്തോടെ കഴിച്ചു. ഞാൻ ഇവർക്ക് ഇത്രയും കപ്പലണ്ടി ഇട്ടിട്ട് പിന്നെ ഞാൻ അവർക്കുള്ളത് എടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കപ്പലണ്ടിയും കൂടെ ഇട്ട്. എന്നും എന്തുവാ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന റീജ എന്നോട് പറഞ്ഞു ഓരോ ദിവസത്തെ എഴുതി വെക്കുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ എഴുതി വെച്ചാലൊന്നും ശരിയാവത്തില്ല, എന്തോ മൂഡ് തോന്നുന്നതെന്ന് വെച്ചാൽ അതങ്ങ് എടുക്കാമെന്ന്. എനിക്കിങ്ങനെ കപ്പലണ്ടി ഓരോ സ്പൂണിലും ഇങ്ങനെ നമ്മളെടുക്കുന്നുണ്ടെ ഇച്ചിരി കഴിക്കാൻ കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അകത്തിരുന്ന് കഴിക്കുമായിരുന്നു. അപ്പം പ്രൈസമ്മോൻ ഇവിടെ വീഡിയോ എടുക്കുന്നു. ഞാൻ ചിന്തിച്ച് എന്തും അവിടെ വീഡിയോ എടുക്കുന്നതെന്ന്. അപ്പോൾ പോൾ അവൻ്റെ അവിടെ ഒക്കെ ഇന്നൊന്ന് എക്സാം കഴിഞ്ഞല്ലോ, ഇനിയും CS എല്ലാം ഉള്ളു. അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ എടുക്കുക, മറ്റവൻ പോയി. അതാ ഇത്ര വെട്ടൽ. പിന്നെ ഇച്ചിരി കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇതാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇച്ചിരി എടുത്തു. കൊച്ചിൻ്റെ ഞാനിങ്ങ് വാങ്ങിച്ച്. നീ ഇവിടെ എന്തോ ചെയ്യൂടാ? അതാ അങ്ങനെ ഊരിയൊക്കെ എന്താ ചെയ്യുന്നേ? വേറെ इसको टीवी बना चल इसको टीवी बना टीवी बना. അപ്പം ഞാൻ അവിടെ കൂടുതൽ നേരം നിന്നില്ല. അവനവിടെ തുടക്കട്ടെന്ന് വെച്ചു. അപ്പോൾ കാബേജ് അരിഞ്ഞ് വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തൊരു ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ട് കാബേജ് തോരൻ വയ്ക്കാമെന്ന് വെച്ച്. എന്നും ഈ തോരൻ എന്ത് കാബേജ്, ബീൻസ്, പയർ അങ്ങനെ ഇത്. ഇവിടെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ വെച്ച പോളിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ റീച്ചാൻ ഇപ്പം വൈകിട്ട് വന്ന് ചോറ് കഴിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള കൂട്ടാൻ വല്ലതും വേണമല്ലേ. അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിൽ എന്തെങ്കിലും കറിയോ അങ്ങനെ കാണോ ഉണ്ടെങ്കിൽ അതും ചപ്പാത്തിക്ക് സാമ്പാറോ അങ്ങനെയുള്ളതൊന്നും വേണ്ട. ഈ പിന്നെ ബീട്രൂട്ടാണെങ്കിൽ ചോറ് ഇഷ്ടമല്ല. ഈ കാബേജും ഒരു മോര് കറി ഉണ്ടെങ്കിൽ ആൾ പൂശിയ പയറോ ബീൻസോ അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയുള്ള ചിലർ കൂട്ടും, ചിലർ കൂട്ടത്തില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് എന്തോന്നാലും ഇച്ചിരി ഉഴുന്നുപരിപ്പൊക്കെ ഇട്ട് അതൊന്ന് തോരൻ വെക്കട്ടെ. ഇവിടെ ഞാൻ കഴിക്കാറില്ല കാബേജ്, ബാക്കിയല്ല ഈ പ്രൈസനും കൊച്ചിലെ അങ്ങനെ കഴിക്കാറില്ലായിരുന്നു. ഇപ്പം പക്ഷേ കൊടുക്കും. ഞാനതാ പറയുന്നത്, ഇവർ പച്ചക്കറിയൊക്കെ കഴിക്കാത്തതുകൊണ്ടാണ് ഇവർക്ക് ഈ ഗ്രോയിങ് പെയിനും അങ്ങനെയൊക്കെയുള്ള പെയിൻ വരുന്നത്. പറഞ്ഞാൽ കേൾക്കണ്ടേ. പിന്നെ മെയിൻ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാകുമ്പം വലിയവരാന്നേലും കൊച്ചുങ്ങളാന്നേലും വെയിൽ കിട്ടുന്നില്ലല്ലോ, വിറ്റാമിൻ ഡിയും ഇതൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ പ്രോബ്ലവും നമുക്കൊക്കെ ഉണ്ടാവും. നാട്ടിലൊക്കെ ആണെങ്കിലൊന്നും മുറ്റത്തൊക്കെ ഇറങ്ങി കുറച്ച് വെയിലൊക്കെ നമ്മൾ കൊള്ളുമല്ലേ. ഇതെന്ന് പറയുന്ന ഇല്ല, വല്ലപ്പോഴും പിള്ളേർ വൈകിട്ട് പോയേലായി ഇല്ലേലായി. ഞാനിന്നൊരു സാമ്പാറാണ് വെക്കുന്നത്. സാധാരണ ഞാൻ സാമ്പാറിൻ്റെ അകത്ത് പൊടികളെല്ലാം ചേർത്താണ് വെക്കുന്നത്. ഇന്ന് പക്ഷേ കഷ്ണങ്ങളുടെ അകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തൊന്ന് വേവിക്കാൻ സെപ്പറേറ്റ് വെച്ച് ലാസ്റ്റ് പൊടികൾ ചേർക്കാമെന്ന് വെച്ച്. കാരണം കഷ്ണങ്ങൾ ഇന്ന് ഇത്തിരി കൂടുതലുണ്ടായിരുന്നു. പൊടികളും എല്ലാം കൂടെ ചേർത്ത് അതനുസരിച്ച് വെള്ളം കൂടെ ഒഴിക്കുകയാണെങ്കിൽ അത് തെറിച്ച് പോവും. അതുകൊണ്ട് അപ്പോൾ ഈ കാബേജിൻ്റെ അകത്ത് ഭയങ്കര വെള്ളമായിരുന്നു ഇന്ന്. അതങ്ങോട്ട് ഒന്ന് ആവി കയറിയപ്പോഴേ ഭയങ്കര വെള്ളമായിരുന്നു. അപ്പം ഞാനതൊന്ന് വെന്തെല്ലാം എന്നിട്ടിങ്ങനെ അലത്തി കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ കിടക്കട്ടെ. അവിടെ ആ വെള്ളം ഒന്ന് നടുക്കോട്ടൊന്ന് വന്ന് വറ്റട്ടെ. ഇങ്ങനെ ഇങ്ങനെ ആക്കി വെക്കുന്ന ഉടനെ തിരിച്ച് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഊറി നടുക്കോട്ട് വരും. അപ്പോൾ അതങ്ങ് ചെറിയ തീയിൽ ഇട്ടിരുന്നാൽ മതി. ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവിച്ചിട്ട് കുക്കറിൽ നിന്ന് അതൊരു വേറെ ചരുവത്തിലാക്കിയേ. അപ്പോൾ ഇനി ഇതിലേക്ക് പൊടികളൊന്ന് ചൂടാക്കി ചേർക്കട്ടെ. ഞാനൊരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 2.25 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇത്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ അര ടീസ്പൂൺ ഇച്ചിരി കൂടെ ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് ആ കഷ്ണങ്ങളിലോട്ട് ഇടട്ടെ. അപ്പം ഇതിപ്പോൾ കാശ്മീരി ആയതുകൊണ്ട് ഇത്ര എടുത്തത്. സാധാ എരിവുള്ളതാണെങ്കിൽ ഇത്രയൊന്നും ചേർക്കരുത് കേട്ടോ, ഭയങ്കര എരിവായിരിക്കും.
അപ്പോൾ അതൊന്ന് ചെറിയ ചീലൊന്ന് ചൂടാക്കി ചേർക്കട്ടെ. പുളിവെള്ളം ഒഴിച്ചതൊന്ന് ലൂസാക്കാം. ഓ എന്താ പറഞ്ഞേ? ആ ആ അപ്പം സാമ്പാറിന് ഈ കായോ ഈ മസാലയൊക്കെ ചേർത്തപ്പോഴത്തേക്കിന് പോളിന് അവിടെ മണം ചെന്ന്. അതാവൻ ചോദിച്ചാൽ മമ്മിയെ സാമ്പാറാന്നോന്ന്. കുറേ നാളായില്ലേ സാമ്പാർ ഉണ്ടാക്കിയിട്ട്. അപ്പം ആരോ ബെല്ലടിച്ച്. ഞാൻ ചിന്തിച്ച് ഇനി ഇസ്തരിക്കാരനായിരിക്കുമെന്ന്. ഇസ്തരിക്കാരൻ വന്നാൽ പിന്നെ ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കും, ബാക്കി എടുത്ത്. ഞാൻ നോക്കുകയാണെങ്കിൽ തുണിയും വാങ്ങിക്കുന്നതിൽ ഒന്നുമില്ല, ആരെയും കാണുന്നില്ല. ഇച്ചിരി കഴിഞ്ഞോണേ കാണാൻ നോക്കിയോണ്ടേ ആരാ അനുവാ. അപ്പം ഞാൻ ചോദിച്ചു യോ എന്തോ പറ്റി അനു എന്ന് ചോദിച്ചപ്പോഴാണ് സംഭവം പറയുന്നത്. ഞാനിനി ഓഫാക്കിയിട്ടിട്ട് പോട്ടെ. ഇന്ന് അവൾ നേരത്തെ വന്ന് അവൾക്ക് ഹോസ്പിറ്റലിൽ പോകണം, അതുകൊണ്ട് നേരത്തെ വന്നിനി അവൾ തൂക്കുന്നിനി. അവൾ പോയിട്ട് വന്ന് കടുകൊക്കെ വറക്കാം. അന്ന് ബെൻസി അയച്ചു തന്ന മീൻ ലാസ്റ്റാണ് ഇത്. അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ തല ഞാൻ കളഞ്ഞിട്ടില്ല, അകത്തുനിന്ന് ആ പൂവൊക്കെ എടുത്ത് കളഞ്ഞു. അപ്പം സാമ്പാറും ഇതുകൂടെ കോമ്പിനേഷൻ നല്ലതല്ലേ. അപ്പം ഞാൻ തുണി വിരിച്ചില്ലായിരുന്നു. അപ്പോൾ അവൾ ഒരു 12 മണി ആയത് അവൾ വന്നപ്പോഴുണ്ട് പിന്നെ തുണിയൊന്നും വിരിക്കാൻ പറ്റിയില്ല. അവൾ തുടച്ചിട്ടൊക്കെ പോയി. അപ്പം ഞാൻ തുണിയും കൂടി ഇനിയും വിരിക്കട്ടെ. മീൻ അവിടെ ചെറിയ തീയിൽ ഇട്ടേക്കുക. കുറേ നാളായതിൽ ഇപ്പോൾ 2-3-4 മാസമായെന്ന് തോന്നാം അത്. ഇനിയിപ്പോൾ ഞാൻ ചിന്തിച്ച് നാട്ടിൽ പോകുമ്പം കിട്ടുവാണെങ്കിൽ ഈ മത്തി കിട്ടുവാണെങ്കിൽ ഞാൻ വാങ്ങിക്കും. അല്ലാത്തത് എനിക്കിഷ്ടമല്ല, മത്തിയെ എനിക്കിഷ്ടമുള്ളൂ. അപ്പോൾ ഇനിയും കാണിക്കുന്നത് സൺഡേലത്തെ കേരള സ്റ്റോറിലേ ഇച്ചിരി എടുത്തുള്ളൂ. കാരണം ഞങ്ങളവിടെ കപ്പയൊക്കെ വാങ്ങിച്ചിടുന്നതിന് നമ്മുടെ പരിചയക്കാർ വേറെ അവിടെ തൊട്ട് വന്ന്. അപ്പം പിന്നെ റീച്ചാൻ പിന്നെ വീഡിയോ എടുത്തില്ല. അപ്പം ഞാൻ നോക്കിയുണ്ടേ നല്ല കപ്പ. ഞാൻ മിക്കവാറും ഉച്ചയാകുമ്പോൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഇത്രയും നല്ല ഇങ്ങനെ പൊട്ടലും ചീറ്റലും ഇല്ലാത്തതൊന്നും കിട്ടാറില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും പറഞ്ഞായിരുന്നു അതിൽ പോകുന്നുണ്ടോ, അവൾക്ക് വെച്ച് വേണമെന്ന്. അപ്പം ഞാൻ ചില കപ്പകൾ വീട്ടിൽ കൊണ്ടുവരുമ്പം നമ്മളിങ്ങനെ അരിഞ്ഞ് കട്ട് ചെയ്ത് നോക്കുന്നുണ്ടേ അകം കറുപ്പായിരിക്കും. അപ്പോൾ ഇത് നോക്കിയുണ്ടേ അധികം വണ്ണമുള്ളതല്ല, ചെറുതായതുകൊണ്ട് പിന്നെ അവൾക്ക് ഫോൺ ചെയ്ത് തന്നെ അവൾക്കും വാങ്ങിച്ച് 2 കിലോ. അപ്പോൾ ഇത്രയും ഞാൻ തന്നെ പുള്ളിക്കാരനോട് ചോദിച്ച്, ഇപ്പോൾ 2 പ്രാവശ്യം കൊണ്ട് ഞാൻ വാങ്ങിച്ച കപ്പ നല്ല വേവുന്നതാണ്, അവിടുന്ന് വരുന്ന കപ്പയാണോ അത് നല്ലതായിരുന്നു. അപ്പോൾ ഇത് ഇച്ചിരി വണ്ണം കുറവുള്ളതായിരുന്നു. അപ്പോൾ ഇനി അറിയത്തില്ല ഇത് ഞാൻ വേവുന്നതാണോ എന്ന്. അപ്പോൾ എല്ലാം വാങ്ങിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നാൽ പിന്നെ ഇവിടെ അപ്പനും മക്കളും കൂടെ സൺഡേ ദിവസം ഇവിടെ അവരുടെ ഗുസ്തിയാണ്. കുറേ നേരം കൊണ്ട് അവിടെ സൗണ്ട്. ഞാൻ ചെന്ന് നോക്കിയാണെങ്കിൽ പോള് പപ്പായയുടെ ചെള്ളയ്ക്ക് പിടിച്ച് ഉമ്മ കൊടുക്കുകയും കൊച്ചുങ്ങളെ കളിപ്പിക്കുന്ന പോലെ കളിപ്പിക്കുക. അത് ഞാൻ വീഡിയോ എടുത്ത് റീച്ചാൻ്റെ വഴക്ക് പറയുക. അപ്പുറത്തൊരാൾ ഷർട്ട് പോലും ഇടാതെ റീച്ചാൻ്റെ മൊബൈൽ തട്ടിയെടുത്ത് കണ്ടുകൊണ്ടിരിക്കുക. വീഴല് അത് പോളെന്ന് ഇങ്ങോട്ട് പോള് വലിച്ചങ്ങ് അടച്ചതാ. ആ ഇറങ്ങ്, താഴെ നീ ഇറങ്ങ്. ആ ഇറങ്ങ്, പതുക്കെ ഇറങ്ങ്. ആ ഉണ്ട്, അങ്ങോട്ട് അകത്തോട്ട് കൈയിട്. അപ്പം വേണ്ടാത്ത കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ മേളിലാണ് ഇട്ടേക്കുന്നത്. അപ്പം പോളിന് താഴെ നിന്ന് പറ്റുമായിരുന്നു. അപ്പം അവൻ അന്ന് ലാസ്റ്റ് ടൈം എടുത്തിട്ട് ഇവൻ അങ്ങ് അമക്കി അടച്ച്, അതുകൊണ്ട് അവന് അത് എടുക്കാൻ വയ്യ. അപ്പം അവൻ പറയാ സ്റ്റൂളായിരുന്നു എടുത്തുകൊണ്ട് വരുന്നത്. ഞാൻ പറയാം സ്റ്റൂളൊന്നും എടുക്കണ്ട, ആ പോട്ടെന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു. അതിന് പ്രീസം പറയാം അച്ചാച്ച എന്നെ എടുക്ക് എന്നിട്ട് ഞാൻ ചെയ്യാന്ന്. അങ്ങനെ ചേട്ടൻ അനിയനെ എടുത്തു. എന്നിട്ട് അത് തുറന്ന് തന്നതാണ്. അന്ന് രാത്രി ഒരു 11:30 ഞാനന്ന് എഡിറ്റിങ് ചെയ്തോണ്ടേ. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വെളിയിൽ ഭയങ്കര സംസാരം ഇവർ. ഞാൻ കുറേ നേരം കൊണ്ട് പറയുന്നത് സൗണ്ട് കുറയ്ക്കുന്നു. അങ്ങനെ അടുക്കളയിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ബഹളം കണ്ടോ. കോഫി മത്സരോ? റേച്ച അവിടെ എടുക്കുക. ഇങ്ങോട്ട് ഒന്ന് മാറട്ടെ പ്രീസൻ. പപ്പ അവിടെ എടുക്കുക. ഇങ്ങോട്ട് മാറടാ. ഓ എനിക്ക് വേണ്ടി കോഫി ഉണ്ടാക്കുവാന്നോ? നിനക്ക് വേണ്ടിയാന്നോ? 2 പേർക്കും.
और कॉफी डालो बस उतना कॉफी साइड में ये नीचे से उठा ഇന്നാളി ഞാൻ റീക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പറഞ്ഞു ഓ ഇത്രയും അറിഞ്ഞ് ചെയ്യുന്ന സന്തോഷം. ഓമനാൻറ്റി പറഞ്ഞ് റീച്ചാനെ അങ്ങ് ഒത്തിരി ഇത് പറഞ്ഞു ഓ നല്ല ഭർത്താവെന്ന്. നല്ല ഭർത്താവ് കാണിച്ചത് കണ്ടോ ഒരു ഗുണം. അത്രയും കോഫി പൗഡർ തറയെ കളഞ്ഞ് കോഫി ഉണ്ടാക്കാൻ വന്ന കഷ്ടം തന്നെ ഒരു കോഫി ഉണ്ടാക്കാൻ ഇത്ര മെനക്കേട്. നീ ഇവിടെ എന്തെടുക്കാ? നീ ഇവിടെ എന്തെടുക്കൂടാ? ഞാൻ എന്റെ സെപ്പറേറ്റ് കോഫി ഉണ്ടാക്കുക, സ്ട്രോങ് കോഫി. ഗരം ഗരം കാ ഇവിടെ തുടച്ച് തുണി കൊണ്ട് തുട, അല്ലെങ്കിൽ അത് കല്ല് ഒട്ടി ഒട്ടിയിരിക്കും. തുണി എന്തിയടാ ആറ്. ആ ഷോട്ടെന്ന് പറഞ്ഞത് വേറെ ദിവസത്തെ അന്ന് മീറ്റിംഗ് ഉള്ള ഓൺലൈൻ മീറ്റിംഗ് ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ എനിക്ക് ഓൺലൈൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ആഹാരം കൊടുത്ത് രാത്രിയിലെ പ്രെയർ കഴിഞ്ഞ് 10:30 കഴിഞ്ഞ് പിന്നെ എൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി വന്നോണ്ടേ മണി 11 കഴിഞ്ഞ്. അപ്പം റീച്ചാൻ്റെ അന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ എഡിറ്റ് ചെയ്യുമായിരുന്നെന്ന്. അപ്പോൾ എനിക്ക് ഈ സൗണ്ട് കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെയ്ത് നോക്കിയുണ്ടേ അടുക്കളയിലെ അവസ്ഥ ഇതാ. അപ്പോൾ ആ അടുക്കള നിങ്ങൾ കണ്ടായിരുന്നോ? ഞാനെല്ലാം തുടച്ചിട്ട് വന്നേ. കത്രികയും പോളാണെങ്കിൽ വെള്ളത്തിൻ്റെ അകത്ത് ഇറക്കി വെച്ച് തണുപ്പിക്കും അത്. പിന്നെ എല്ലാം നമുക്ക് വീണ്ടും ജോലിയായിരുന്നു. അപ്പം ഞാനില്ല എഡിറ്റിങ് ചെയ്തിട്ട് എളുപ്പം ചെയ്യാമെന്നും പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.